രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകക്ഷിയിലെ പ്രതിനിധികൾക്കൊപ്പം തന്നെ പ്രാധാന്യം ലഭിക്കേണ്ട ആളാണ് പ്രതിപക്ഷ നേതാവ്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ പ്രതിപക്ഷ നേതൃപദവിയിൽ ഇരിക്കുന്ന രാഹുൽ ഗാന്ധിയെ ഏറ്റവും അധികം ഭയക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP-ക്കാരുമാണ്. കാരണം രാജ്യത്ത് മോദിയേക്കാൾ സ്വാധീനം നിലവിലുള്ള ഏക നേതാവാണ് രാഹുൽ ഗാന്ധി. ഭരണകക്ഷിയിലെ ചില ഘടകകക്ഷികൾക്ക് ഇന്നും രഹസ്യമായി രാഹുലുമായിട്ടാണ് ഡീലുകൾ നടക്കുന്നത്. നിലനിൽപ്പിനെ ഭയന്നാണ് പല നേതാക്കന്മാരും ഇന്ന് BJP-ക്ക് കൈ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി BJP രാഹുലിനെ ഭയക്കുന്നതിന്റെ മറ്റൊരു തെളിവ് കൂടി പുറത്തു വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണാൻ എത്തിയ രാഹുലിനെ തടയുകയാണ് BJP ചെയ്തത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയുടെ നേതാവും പ്രതിപക്ഷത്തെ നയിക്കുന്ന ലീഡറുമാണ് രാഹുൽ ഗാന്ധി. സ്വാഭാവികമായും പുടിനെ കാണാൻ രാഹുലിന് അവകാശമുണ്ട്. അവിടെയാണ് മുകളിൽ പറഞ്ഞ ഭയം BJP-യെ ഗ്രഹിച്ചിരിക്കുന്നത്. പുടിനെ കാണുന്ന രാഹുൽ ഇന്ത്യയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുമോ എന്ന പ്രധാനമന്ത്രി ഭയക്കുന്നുണ്ട്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം റഷ്യൻ പ്രസിഡന്റ് ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്ന ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും കോൺഗ്രസ് പറഞ്ഞു. ഇത് പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്നും അരക്ഷിതാവസ്ഥ കാരണം താനോ പ്രതിപക്ഷ പ്രതിനിധിയോ വ്ളാഡിമിർ പുടിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് വിദേശ നേതാക്കളോട് പ്രതിപക്ഷ നേതാവിനെ കാണരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടുവെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റ് കോംപ്ലക്സിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞു. മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പരമ്പരാഗത രീതി പാലിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു. പൊതുവെ ഇന്ത്യ സന്ദർശിക്കുന്നവർ ആരായാലും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായി ഒരു കൂടിക്കാഴ്ച നടത്താറുണ്ടായിരുന്നു. വാജ്പേയി സർക്കാരിലും മൻമോഹൻ സിംഗ് സർക്കാരിലും ഇത് സംഭവിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞാൻ വിദേശത്ത് പോകുമ്പോഴെല്ലാം പ്രതിപക്ഷ നേതാവിനെ കാണരുതെന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് ആളുകൾ ഞങ്ങളോട് പറഞ്ഞതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞങ്ങളും ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നു, പക്ഷേ വിദേശ പ്രമുഖരെ കാണാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. രാഹുലിന്റെ പ്രസ്താവനയെ പിന്തുണച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യത്തിൽ എല്ലാ കക്ഷികളെയും കാണാൻ ഇന്ത്യ സന്ദർശിക്കുന്ന നേതാക്കൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നാണ് ശശി തരൂർ പറഞ്ഞത്. ഇന്ത്യ സന്ദർശിക്കുന്ന എല്ലാ നേതാക്കളും പ്രതിപക്ഷ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന നടപടിക്രമം ഉള്ളതാണെന്നും കോൺഗ്രസ് നേതാവും MP-യുമായ പ്രിയങ്ക ഗാന്ധിയും പ്രതികരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എത്തിയത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ പുടിനെ കാണാൻ പുറപ്പെടാൻ ഒരുങ്ങിയത്. എല്ലാവരുമായും ഇന്ത്യക്ക് മുമ്പും ബന്ധങ്ങളുണ്ട്. ഇന്ത്യ സന്ദർശിക്കുന്ന വിദേശ പ്രമുഖരെ പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് കാലം പരീക്ഷ ജനാധിപത്യ പാരമ്പര്യമാണെന്നും അതിനാൽ നമ്മുടെ അന്താരാഷ്ട്ര ഇടപെടൽ കൂടുതൽ ആഴമേറിയതും അർത്ഥവത്തുമായതുമാണെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം ആരെ കാണണമെന്ന് തീരുമാനിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്ന പ്രതിനിധികളാണെന്നും മീറ്റിംഗുകൾക്ക് സൗകര്യമൊരുക്കുന്നത് വിദേശകാര്യ മന്ത്രാലയമാണെന്നും തിരിച്ചടിച്ചുകൊണ്ട് BJP MP സാബിത് പത്ര രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധി 2024 ജൂൺ 9 പ്രതിപക്ഷ നേതാവായതിനു ശേഷം ആ പദവിയിൽ ഇന്ത്യയിൽ വെച്ച് അദ്ദേഹം ആരെയാണ് കണ്ടതെന്ന് BJP ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ഇവിടെ പറയാം. 2024 ജൂൺ 10 മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും 2024 ഓഗസ്റ്റ് 21 മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെയും 2025 സെപ്റ്റംബർ 16 മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാഗുലാമിനെയും 2025 മാർച്ച് 8 ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സണിനെയും രാഹുൽ ഗാന്ധി കണ്ട കാര്യം മനഃപൂർവ്വം BJP വിസ്മരിക്കുകയാണെന്നാണ് വസ്തുത.